ഹായ് ബ്യൂട്ടിഫുൾ സോങ്സ്. ഞാനിന്ന് ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം തമാശക്കൂടെ പറയട്ടെ. ഞാൻ ആദ്യമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ കുറിച്ച് ചിന്തിച്ചത് എന്നാന്ന് പറയട്ടെ. ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കറിയില്ല അന്ന് ഞാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മേ ബി വെയിൻ കട്ട് ചെയ്യാനായിരിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴും എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ല കേട്ടോ. സൂയിസൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയായിട്ടും കൂടുതൽ വിഷമമാണ് തോന്നിയിട്ടുള്ളത്. കാരണം ആരുമില്ല എന്ന് തോന്നുന്നൊരു മൊമെൻറ്റിലല്ലേ, അല്ലെങ്കിൽ ഇനി ഒന്നിനും ഹോപ്പില്ല എന്ന് തോന്നുന്നൊരു മൊമെൻറ്റിലാണ് നമ്മൾ ശരിക്കും സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എൻ്റെയും മറിച്ചായിരുന്നില്ല കേട്ടോ. എൻ്റെ സൂയിസൈഡിൻ്റെ കഥ എന്താണെന്നറിയോ? ഞാൻ തിരക്കേടില്ലാണ്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഹൈസ്കൂളായപ്പോൾ തിരക്കേടില്ലാണ്ട് ഉഴപ്പി തുടങ്ങി. അപ്പോൾ വിചാരിച്ചു തോൽക്കുമായിരിക്കും. തോറ്റു കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് നാണക്കേടായി, എനിക്ക് നാട്ടിൽ നാണക്കേടായി, മൊത്തം പോയി. അങ്ങനെയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാനെ കുറിച്ച് ചിന്തിച്ചത്. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ആ സൂയിസൈഡ് എന്നുള്ള ആ ഒരൊറ്റ മൊമെൻറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നല്ല കാര്യമായിരിക്കും. മേ ബി അത്രയും വേഴ്സ് സിറ്റുവേഷനിൽ നിന്ന് പിന്നെ വരുന്നത് എന്തും നല്ലതായിരിക്കും. അങ്ങനെയുമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് തോന്നുന്നതായിരിക്കാം. വാട്ട് എവർ, സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്നലെ വരെ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ച് ഞാനാണിത് പറയണതെന്ന് നിങ്ങൾ ഓർക്കണം. എന്ന് വെച്ചിട്ട് സൂയിസൈഡ് എന്ന് പറയുന്നത് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ബേസിക്കലി പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഒക്കെ ഭയങ്കര കൂടുതലാണ്. പീരീഡ്സ് ആവുന്നതിന് മുമ്പൊക്കെ ഭയങ്കര പ്രഷറാണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പൊക്കെ തോന്നുന്നത് നമ്മൾ പോയി ചത്താൽ മതി, ഓ എന്തൊരു നാശമാണ് എന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈ അടുത്ത് ഞാനൊരു കോട്ട് വായിക്കുന്നുണ്ടായി. അതായത് സ്ത്രീകൾ വിഷമിക്കുന്നത് എന്തിനാണെന്ന് സ്ത്രീകൾക്ക് അറിയില്ല. അതായത് ചിലപ്പോൾ പീരീഡ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും, ചിലപ്പോൾ ശരിക്കുള്ള വിഷമമായിരിക്കും. ഇവർ എന്തിനാണ് വിഷമിക്കണതെന്ന് തന്നെ മനസ്സിലാക്കിയവർക്ക് വിഷമമാണ്. അത് സ്ത്രീകൾക്ക് തന്നെ വിഷമമാണ്. അതാണ് അവസ്ഥ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരു തോട്ട് വരികയാണെങ്കിൽ 2 കാര്യം ഓർക്കുക. 1, ഒരു തെറപ്പിസ്റ്റിനെ കാണാൻ ശ്രമിക്കുക. 2, ഏറ്റവും നല്ലൊരു കാര്യം വരാനുണ്ട്. അതിന് മുമ്പുള്ള അവസ്ഥയാണത്. അതൊന്ന് കടന്നു പോയാൽ മതി എന്നൊന്ന് ചിന്തിക്കുക. ഇതുതന്നെയാണ് പലപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. സോ തെറപ്പിസ്റ്റിനെ പോയി കാണുക, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ പ്ലീസ് DM me. ഓക്കെ. ഞാൻ ഈ അടുത്ത് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂയിസൈഡ് പ്രിവെൻഷൻ്റെ. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതും പലപ്പോഴും അതാണ്, നമുക്ക് കേട്ടിരിക്കാൻ ഒരാളില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരാളില്ല എന്ന് തോന്നുന്നതാണ്. സോ ജെനുവിനായിട്ടുള്ള എല്ലാ മെസ്സേജിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ ജെനുവിനിറ്റി കുറയുന്നു തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. കഴിച്ചോ കുളിച്ചോ എന്ന് ചോദിക്കാതെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ. സോ അതുപോലെ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാം. ഓക്കെ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.